بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും ഒരുമിച്ച് കൂടലും നാളെ റബ്ബിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു ഇതിനെ ആക്കി തീർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരലോകത്ത് നമുക്ക് രക്ഷയേകുന്ന 4 അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബിൽ, പരിശുദ്ധ ഖുർആനിൽ 103-ാമത്തെ അധ്യായമായ സൂറത്തുൽ അസ്ർ മനപ്പാഠമില്ലാത്ത ആരും തന്നെ ഈ സദസ്സിൽ ഉണ്ടാവുകയില്ല. നമ്മൾ ദിനേന എന്നോണം പാരായണം ചെയ്യുന്ന, നമ്മിലെ ചെറിയ കുട്ടികൾക്ക് പോലും മനപ്പാഠമുള്ള മഹത്തായ സൂറത്താണ് സൂറത്തുൽ അസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ, കാലം തന്നെ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ കുറിച്ച് സത്യം ചെയ്തിരിക്കുന്നു. വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാകുന്നു. ഇല്ലൽ ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ക്ഷമ കൈക്കൊണ്ടവരും ഒഴികെ. ഈ മഹത്തായ സൂറത്തിനെ കുറിച്ച് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് ഇപ്രകാരം കാണാം. അദ്ദേഹം പറഞ്ഞു, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറത ലവസിഅത്ഹും. ജനങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് ഉറ്റാലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ അതിൽ അവർക്ക് വിശാലത ലഭിക്കുമായിരുന്നു. വേറെ ചില റിവായത്ത് പ്രകാരം ലകഫത്ഹും, അവർക്കത് മതിയാവുമായിരുന്നു. അഥവാ അള്ളാഹു മറ്റൊരു പ്രമാണവും അവതരിപ്പിക്കാതെ ഈ ഒരു സൂറത്ത് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എങ്കിൽ കൂടി ഈ സൂറത്ത് മതിയായതാണ് നമുക്കെല്ലാവർക്കും. അതിനു മാത്രം ആശയ സമ്പുഷ്ടമാണ് ഈ സൂറത്ത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വിശദീകരണം, അതിലടങ്ങുന്ന 4 കാര്യങ്ങൾ ഓരോ മുസ്ലിമും, സ്ത്രീയും പുരുഷനും പഠിച്ചിരിക്കൽ നിർബന്ധമായ കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും നിർബന്ധമാണ്. അള്ളാഹു പറയുന്നു, വൽ അസ്ർ, കാലം തന്നെ സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ പലതിനെയും പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹു ആണ് അതിന്റെ സൃഷ്ടാവ് എന്നും അള്ളാഹു ആണ് അതിന്റെ എല്ലാറ്റിന്റെയും നിയന്താവ് എന്നും ഉടമസ്ഥനെന്നും ഒക്കെ അറിയിക്കുന്നു. എന്നാൽ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
വല്ലാഹി അള്ളാഹുവാണ് എന്നല്ലാതെ മറ്റൊരു പടപ്പിനെയും പിടിച്ച് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. കാലം തന്നെ സത്യം എന്ന് അള്ളാഹു പറഞ്ഞത് കാലം അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് പ്രവർത്തിക്കാൻ നിശ്ചയിച്ച സമയമാണ് കാലം എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങൾ ഈ വിഷയത്തിൽ രണ്ട് തട്ടുകളിലാണ്. കാലം സമയം എന്ന കാര്യത്തിൽ ജനങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ ഈ കാലം ഉപയോഗപ്പെടുത്തുന്ന ലാഭം കൊയ്തെടുക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹു നൽകിയ സമയം, ആയുസ്, കാലം അത് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് പരലോക വിജയം നേടി ലാഭം കൊയ്തെടുക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ഈ കാലം യാതൊരു ഉപകാരപ്രദവും നേടിയെടുക്കാതെ തുലച്ചു കളഞ്ഞ ആളുകൾ. അങ്ങനെ അവർ നഷ്ടത്തിൽ അകപ്പെട്ടു പോകും. സഹോദരങ്ങളെ, ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഉൾപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടുള്ളതല്ല. മറിച്ച് നമ്മൾ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടേണ്ടത്. എല്ലാവരും അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അള്ളാഹു മനുഷ്യവർഗത്തെ മുഴുവനും എടുത്തു പറഞ്ഞു. ഇന്നൽ ഇൻസാൻ, അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യവർഗം മുഴുവനും, എല്ലാവരും നഷ്ടത്തിലാണ്. 4 വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞു. ആ 4 വിശേഷണങ്ങൾ സ്വീകരിച്ചവരാരോ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടക്കാരാണ്. നോക്കൂ, നിങ്ങൾ വിജയിച്ച ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിജയിച്ച ആളുകളുടെ വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഒരു പ്രത്യേക പേരോ ഒരു പ്രത്യേകമായ അങ്ങനെയുള്ള ഒന്നും അള്ളാഹു പറഞ്ഞില്ല. മറിച്ച് വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങൾ സ്വീകരിക്കുന്നിടത്താണ് വിജയം. അള്ളാഹു ആദ്യമായി പറഞ്ഞു, ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ടവർ ഒഴികെ. ആരാണോ വിശ്വസിച്ചത്, വിശ്വാസികളായത്, അവർ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയില്ല. അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസം. ആ ഈമാനിന്റെ 6 അടിസ്ഥാനങ്ങളുണ്ട്, അടിത്തറകളുണ്ട്. അൽ ഈമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരിഹി. ഇതാണ് ഈമാനിന്റെ 6 അടിസ്ഥാനങ്ങൾ. അതിനുശേഷം വിശ്വസിക്കൽ നിർബന്ധമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വിശ്വസിച്ച ആളുകൾ. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഈമാൻ എന്നത് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ശരിയായ വിശ്വാസം എന്തൊക്കെയുണ്ടോ അതും ഉപകാരപ്രദമായ വിജ്ഞാനവും ഉൾക്കൊള്ളുന്നു. ഏതാണ് ശരിയായ വിശ്വാസം എന്നത് ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ അയാൾ ഉപകാരപ്രദമായ വിജ്ഞാനം നേടണം. അതുകൊണ്ട് തന്നെ അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇൽമ് നേടുക, അഥവാ ആ ഈമാനിലേക്ക് എത്തിക്കുന്ന അറിവ് സംഭരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ? 3 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ അറിവ് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. ഒരടിമ തന്റെ റബ്ബിനെ കുറിച്ച് അറിയലാണ്. മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയൽ. ആരാണ് എൻ്റെ റബ്ബ്? എന്താണ് ആ റബ്ബിന്റെ വിശേഷണങ്ങൾ? ആ റബ്ബ് മാത്രമേ ആരാധനക്കർഹനായുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അറിയൽ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയൽ. നമ്മിലേക്ക് ഒരു റസൂല് വന്നിരിക്കുന്നു,
ആരാണ് ആ റസൂൽ? എന്താണ് ആ റസൂലിന്റെ ദൗത്യം? അവിടുന്ന് എന്താണ് കൊണ്ടുവന്നത്? എന്താണ് അവിടുത്തെ പ്രബോധന ചരിത്രം? എന്തൊക്കെയാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യതകൾ? ഇതൊക്കെ പഠിച്ചിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ദീൻ, അതെങ്ങനെ പഠിക്കണം? തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ദീനായി പലരും കൊണ്ടുവരാറുണ്ട്, പലതും പടച്ചുവിടാറുണ്ട്, പലതും ദീനായി ആചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സഹോദരങ്ങളെ അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആനും സുന്നത്തും ചേർത്തു വെച്ചാൽ അറിവ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമാണ്. ഇതാണ് നമ്മെ ഈമാനിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈമാനിന് വളർച്ച നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ഉപകാരപ്രദമായ ഇൽമ് നേടുക എന്നാണ് അതുകൊണ്ടുള്ള വിവക്ഷ. സഹോദരങ്ങളെ, അറിവ് നേടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, അറിവ് പഠിച്ചെടുക്കൽ കൊണ്ട് മാത്രമാണ് ലഭിക്കുക. അറിവ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ നമ്മളൊരു അറിവിന്റെ ഇൽമിന്റെ മജ്ലിസിലാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ വിശദമായ ഒരു പഠനമല്ല, മറിച്ച് ഇത് കേൾക്കലാണ്. എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെറിയ പ്രായത്തിൽ മദ്രസകളിൽ പോയി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അതിന്റെ തെളിവോടുകൂടി പഠിച്ചു മനസ്സിലാക്കലാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു കാര്യം എടുക്കുക, ദീനിന്റെ അടിത്തറയാണ്. അതിന് ഖുർആനിൽ എന്താണ് തെളിവ്? ഹദീസിൽ എന്താണ് തെളിവ്? ഇത് ഒരാൾ കണ്ട് പഠിച്ചു മനസ്സിലാക്കലാണ് പഠിക്കുക എന്ന് പറഞ്ഞത്. ഈ പഠനം സഹോദരങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അറിവ് നേടുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു ദീനിൽ അവഗാഹം നൽകും. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു ദീൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകും, ദീനിലുള്ള വിജ്ഞാനം നൽകും. അള്ളാഹു നന്മ ഉദ്ദേശിച്ചതിന്റെ അടയാളമാണ് സഹോദരങ്ങളെ ദീൻ പഠിക്കാൻ ഹൃദയ വിശാലത അള്ളാഹു നൽകി എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇൽമ് എന്നത്, അറിവ് എന്നത് നമ്മുടെ വിരൽ തുമ്പിലാണ്. പഴയ കാലത്തൊക്കെ മഹാന്മാരായ ഇമാമിങ്ങളുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരൊറ്റ ഹദീസിന് വേണ്ടി ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ സഞ്ചരിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ആളുകൾ നമ്മെ തേടി വരുന്നു. നമ്മൾ പറയുമ്പോൾ നമുക്ക് കേൾക്കാം, ഒരു ക്ലിക്ക് കൊണ്ട് സംസാരിച്ചതിൻ്റെ ഓഡിയോ വീഡിയോകൾ ലഭിക്കുന്നു. നമുക്ക് സമയം പോലെ കേൾക്കാം, എഴുതി വെക്കാം, പഠിക്കാം ഒക്കെ അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് എളുപ്പമാക്കിയ ഈ ഇൽമ്, ഈമാനിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യം നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നഷ്ടക്കാരിൽ പെട്ടത് തന്നെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ ശ്രേഷ്ഠതകൾ ധാരാളക്കണക്കിനുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ. നിങ്ങളിൽ നിന്നും ഈമാനുള്ളവർക്കും അറിവ് നൽകപ്പെട്ടവർക്കും അല്ലാഹു പദവികൾ ഉയർത്തി നൽകിയിരിക്കുന്നു. അല്ലാഹു സൃഷ്ടികളിൽ നിന്ന് നമ്മിൽ നിന്ന് രണ്ട് വിഭാഗത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നാമത്തെ വിഭാഗം ഈമാനുള്ളവർ, അവർക്ക് അല്ലാഹു ദറജ നൽകിയിട്ടുണ്ട്.
രണ്ടാമത്തെ വിഭാഗം ഇൽമുള്ളവർ, അള്ളാഹു അറിവ് നൽകിയവർ. ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മാത്രമല്ല സഹോദരങ്ങളെ, അറിവ് പഠിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അയാൾക്കുള്ള സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് നേടുന്ന, ആരെങ്കിലും ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ കാരണത്താൽ അയാൾക്ക് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, നോക്കൂ, ഇൽമ് പഠിക്കാൻ ഒരു വഴിയിൽ പ്രവേശിക്കൽ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ്. അള്ളാഹുവിന്റെ നബിമാർ ഇവിടെ ബാക്കി വെച്ച് പോയ അവരുടെ അനന്തര സ്വത്ത് ഇൽമാണ്, അറിവാണ്. അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ, ഇതടങ്ങുന്ന ഇൽമ്, അറിവ് എന്നത് അതാണ് അമ്പിയാക്കളുടെ അനന്തര സ്വത്ത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിലേക്ക് ചെന്നു. എന്നിട്ട് ആളുകളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ദുർബലരായി പോയത്? എന്തു പറ്റി നിങ്ങൾക്ക്? എന്താണ് നിങ്ങൾ ഇങ്ങനെ ദുർബലരായി പോയത്? നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? അതാ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് ഓഹരി വെക്കപ്പെടുന്നു. എന്തേ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും വേണ്ടേ? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ആളുകൾ തിടുക്കത്തിൽ പള്ളിയിലേക്ക് ഓടി, പോയതുപോലെ തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, അവിടെ അനന്തര സ്വത്ത് വീതം വെക്കുന്നു എന്ന് പറഞ്ഞു, നമ്മളൊന്നും കാണുന്നില്ലല്ലോ. അവിടെ കുറച്ച് ആളുകൾ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ചില ആളുകൾ അവിടെ കൂടിയിരുന്ന് ഹലാലും ഹറാമും ഒക്കെ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയത് അറിവാണ്. അതവിടെ പഠിപ്പിക്കപ്പെടുന്നു. അതിൽ നിന്ന് ഒരു ഓഹരി എടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫമൻ അഖദഹു അഖദ ബിഹംദിൻ വാഫിർ. ആരെങ്കിലും അതിൽ നിന്ന് വല്ല ഓഹരിയും എടുത്താൽ അവൻ മഹത്തായ ഓഹരിയാണ് എടുത്തിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അറിവ് എന്നത്, ഇൽമ് എന്നത് വലിയ കാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇല്ലല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഒരുപാട് കാലമായി അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് ഒരല്പനേരം സംസാരിക്കാൻ പറഞ്ഞാൽ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും? വെറുതെ വർത്താനം പറയലല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഈ പരിശുദ്ധ ദീനിനെ കുറിച്ച് തെളിവോടുകൂടി നമുക്ക് എന്തു പറയാൻ സാധിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ലല്ലദീന ആമനു എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈമാൻ എന്ന് പറയുമ്പോൾ നാഫിആയ, ഉപകാരപ്രദമായ ഇൽമ്, അതാണ് അതുകൊണ്ടുള്ള വിവക്ഷ. അതുമാത്രമേ ശരിയായ വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് നമ്മെ എത്തിക്കുകയുള്ളൂ. ഒന്നാമത്തെ രക്ഷാമാർഗം അതാണ്, ഈമാൻ, അറിവ്, ഉപകാരപ്രദമായ അറിവ്. രണ്ടാമത്തെ രക്ഷാമാർഗമായി അള്ളാഹു പറഞ്ഞു, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ. ഇൽമ് നേടുക എന്നത്, അതിൻ്റെ താല്പര്യം സഹോദരങ്ങളെ, ആ ഇൽമ് പ്രാവർത്തികമാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം. മഹാന്മാരായ സഹാബത്തിൽ ചിലർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കുന്ന ലാ നതജാവസു അൻ 10 ആയാതിൻ മിൻ ഫമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹത്താ നതഅല്ലമ മഅനാഹാ വൽ അമല ബിഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് 10 ആയത്തുകൾ നമ്മൾ കേട്ടാൽ അതിന്റെ അർത്ഥം പഠിച്ചെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് വരെ അടുത്തത് നമ്മൾ പഠിക്കാറില്ലായിരുന്നു. 10 ആയത്തുകൾ കിട്ടിയാൽ അത് ആദ്യം പഠിക്കും, നേരത്തെ പറഞ്ഞ ഇൽമു, എന്നിട്ട് അത് അമലാക്കും, അഥവാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, എന്നിട്ടേ 11ാമത്തതിലേക്ക് പോവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, കുന്നാ നതഅല്ലമുൽ ഇൽമ വൽ അമൽ, നമ്മൾ അറിവും പ്രവർത്തനവും ഒരുമിച്ച് പഠിച്ചിരുന്നു. സഹോദരങ്ങളെ, അറിവ് പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വന്നു കിട്ടിയാൽ അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്. പിന്നീട് നമ്മുടെ വക ഒരു ന്യായങ്ങൾ നിരത്താൻ നമുക്ക് പാടുള്ളതല്ല. പ്രത്യേകിച്ച് നിർബന്ധ കാര്യങ്ങളിൽ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നിർബന്ധമാക്കിയ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ വിലക്കിയ കാര്യങ്ങൾ, ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, വആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബുൻ മിൻ ഖബ്ലി ഉബ്ബാദിൽ വസനി. അറിവ് നേടിയ ഒരാൾ, അയാൾ അതുകൊണ്ട് പ്രവർത്തിച്ചില്ല, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിംബാരാധകർ ശിക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അവർക്ക് ശിക്ഷ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, പരലോകത്ത് ഒരാളെ ഒരു ആട്ടുകല്ലിന് ചുറ്റും അയാൾ ഇങ്ങനെ കറങ്ങുകയാണ്. അയാളുടെ ദയനീയമായ കാഴ്ച കണ്ട ആളുകൾ ചോദിക്കുമായിരുന്നു, ആളുകൾ ചോദിക്കും, ഈ വ്യക്തിയുടെ ദയനീയമായ കാഴ്ച കണ്ട് ആളുകൾ ചോദിക്കുമെന്നാണ്, നിങ്ങൾ നന്മകൾ കൽപ്പിക്കാറുണ്ടായിരുന്നു, തിന്മകൾ വിരോധിക്കാറുണ്ടായിരുന്നു, എന്നിട്ടും എന്തേ നിങ്ങൾക്കിത് പറ്റി? അപ്പോൾ ആ വ്യക്തി പറയും എന്ന് ഹദീസിൽ കാണാം, നന്മകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നില്ല. തിന്മകൾക്ക് നിങ്ങളോട് വിലക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നോക്കൂ, ഇൽമ് അമലാക്കാനുള്ളതാണ്. എല്ലാ നിസ്കാരത്തിലും 17 തവണ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ അവസാന ഭാഗത്തുള്ളത് ദുആ ആണ്. അള്ളാഹു അവന്റെ അടിമ ചോദിച്ചത് നൽകും എന്ന് പറഞ്ഞ ആ ദുആഇന്റെ ഭാഗം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഏതാണ് ഈ നേരായ പാത? അല്ലാഹുവേ നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണത്, പാതയാണത്. നിന്റെ കോപത്തിന് ഇരയായ ആളുകളുടെ പാതയല്ല, വഴികേടിലായി പോയ ആളുകളുടെ പാതയുമല്ല. 3 വിഭാഗങ്ങളെ അള്ളാഹു അവിടെ എണ്ണിപ്പറഞ്ഞു. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ ആരാണ്? അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ സൂറത്തുൻ നിസായിലൂടെ അള്ളാഹു പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുവോ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചത് അവരാണ് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ, അഥവാ നബിമാർ, സിദ്ദീഖുമാർ, സുഹദാക്കൾ, സാലിഹീങ്ങൾ. അവരെത്ര നല്ല കൂട്ടുകാർ. ഈ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ ഏറ്റവും നല്ല ആളുകളാണ്.
അവരുടെ പാതയിൽ അള്ളാഹുവെ നീ ഞങ്ങളെ വഴി ചേർക്കണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അഥവാ അവരുടെ പ്രത്യേകത അവർ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തവരാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കുന്നവരാണ് അവർ. സിദ്ദീഖുമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ട് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, പിന്നെ രണ്ടാമതൊരു വർത്തമാനമില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹത്തോട് മുശ്രിക്കുകൾ പരിഹാസ രൂപത്തിൽ ചോദിച്ചില്ലേ, തങ്ങളെ ചങ്ങാതി കൂട്ടുകാരൻ പറയുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഫലസ്തീനിലേക്ക് പോവുകയും അവിടുന്ന് 7 ആകാശങ്ങൾക്ക് മുകളിൽ പോവുകയും അള്ളാഹുവിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പുവരുത്തിയാൽ അതേ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനത് സത്യപ്പെടുത്തുന്നു. പരിശോധനയ്ക്ക് ശേഷം അല്ല, ബുദ്ധിക്ക് യോജിക്കുമോ ചിന്തിച്ചില്ല, നാട്ടുകാരെന്ത് വിചാരിക്കും ചിന്തിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, ഞാനിതാ സത്യപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യം ഞാൻ വിശ്വസിക്കുന്നു, എനിക്കതിൽ യാതൊരു മടിയുമില്ല. എന്താണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഒരു മലക്ക് വരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ഓതിക്കൊടുക്കുന്നു. അത് വിശ്വസിക്കാൻ പ്രയാസമില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ പിന്നെ അതിനേക്കാൾ എളുപ്പമാണ് ഇത് വിശ്വസിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് ഇൽമു അമലാക്കുക എന്ന് പറഞ്ഞാൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ശുഹദാക്കൾ അള്ളാഹു എണ്ണി പറഞ്ഞു. ശുഹദാക്കൾ അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചത് കൊണ്ടാണ് ആ ഷഹാദത്ത് അവർക്ക് കിട്ടിയത്. സ്വാലിഹീങ്ങൾ, സച്ചരിതരായ ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, നമുക്കറിയാം അതൊരു പ്രത്യേക പദവിയല്ല, ജനങ്ങളിൽ ചിലർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പദവിയല്ല വിലായത്ത്. വലിയാവുക എന്നുള്ളത് ഓരോരുത്തർക്കും സാധിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ചാൽ ഏതൊരാൾക്കും അള്ളാഹുവിന്റെ വലിയാവാൻ സാധിക്കും. അതാണ് സ്വാലിഹീങ്ങൾ. ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എന്താണ്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവേ കോപത്തിനിരയായ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. ആരാണ് സഹോദരങ്ങളെ കോപത്തിനിരയായ ആളുകൾ? അള്ളാഹുവിന്റെ ദീനിലെ നിയമം അറിഞ്ഞു, പക്ഷെ അത് പ്രവർത്തിച്ചില്ല. അതിലാദ്യം വരിക യഹൂദികളാണ് ആദ്യമായി അതിൽ ഉൾപ്പെടുക. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞില്ല, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം. കാരണം തൗറാത്തിൽ വന്നിട്ടുണ്ട്. അറിവ് വന്നു കിട്ടി, പക്ഷേ അവർ പ്രവർത്തിച്ചില്ല, സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി. അതും അതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട്. ഒരാൾ അറിവ് വന്നു കിട്ടിയിട്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലാണ് അയാൾ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലദ്ദാലീൻ, അള്ളാഹുവെ വഴികേടിലായി പോയ ആളുകളുടെ കൂട്ടത്തിലും നീ ഞങ്ങളെ വഴി ചേർക്കല്ലേ. അദ്ദാലീൻ, വഴികേടിലായി പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമായി അതിൽ ഉൾപ്പെടുക നസാറാക്കളാണ്, ക്രിസ്ത്യാനികൾ. എന്താണ് അവർക്കുള്ള പ്രശ്നം? അള്ളാഹു പറഞ്ഞു, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാ അലൈഹിം ഇല്ലാ ഇബ്തിഗാഅ റിദ്വാനില്ലാഹ് ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ.
അവർ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുക എന്ന ബ്രഹ്മചര്യം സ്വീകരിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞത് അവർ ഇബ്തദഊഹ, ബിദ്അത്ത് ഉണ്ടാക്കി എന്നാണ്, പുത്തനാചാരം ഉണ്ടാക്കി. റഹ്ബാനിയത്ത് എന്ന പൗരോഹിത്യം, അതുപോലെ ഈ പറഞ്ഞ ബ്രഹ്മചര്യം എന്ന കാര്യം അവർ ദീനിലേക്ക് കടത്തിക്കൂട്ടി. എന്തിനാണ് അവർ കടത്തിക്കൂട്ടിയത്? ഇല്ല ഇബ്തിഗാ റിദ്വാനില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി അല്ലാതെ അവർ അതുകൊണ്ട് ലക്ഷ്യം വെച്ചില്ല. എന്നാൽ അത് പാലിക്കാനൊട്ട് അവർക്ക് സാധിച്ചുമില്ല. അത് മറ്റൊരു വിഷയം. സഹോദരങ്ങളെ നോക്കൂ, അറിവില്ലാതെ ഒരുപാട് പ്രവർത്തിക്കുക എന്നതാണ് വഴികേടിന്റെ അടിസ്ഥാനം. ഇൽമും അമലും കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഉള്ള മാർഗം. അള്ളാഹു ദാ രണ്ടാമതായി രക്ഷാമാർഗമായി പറയുന്നു, വഅമിലു സ്വാലിഹാത്ത്. മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ഫസദ മിൻ ഉലമാഇനാ ഫഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ നല്ല അറിവുള്ള ഒരാൾ പിഴച്ചുപോയാൽ അയാൾക്ക് യഹൂദനോടാണ് സാദൃശ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ പഠിച്ചു, ഒരാൾക്ക് അറിവ് വന്നു കിട്ടി, ഒരാൾക്ക് അറിവുണ്ട്, പക്ഷെ അയാൾ പിഴച്ചുപോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അയാൾക്ക് യഹൂദികളോടാണ് സാദൃശ്യം. നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ദീനിലെ ഒരു അറിവ് വന്ന് കിട്ടി, അത് പ്രവർത്തിച്ചില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടണം, പേടിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നല്ല ഒരു ആബിദ്, ആബിദ് എന്ന് പറഞ്ഞാൽ നന്നായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാണ് ആബിദ് എന്ന് പറയുക, നല്ല ഇബാദത്തുള്ള ഒരാൾ. അങ്ങനെ നല്ല ഒരു ആബിദായ ഒരു മനുഷ്യൻ പിഴച്ചുപോയി എന്ന് വിചാരിക്കുക, ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, അയാൾക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. ഒരു ആബിദ് എപ്പോഴാണ് പിഴക്കുക? ദീനിലില്ലാത്തത് ദീനായി ചെയ്യുമ്പോഴാണ്. ദീനിലില്ലാത്തത് പലപ്പോഴും നല്ലതല്ലേ എന്ന് വിചാരിച്ച് പല ആളുകളും ചെയ്യാറുണ്ട്. അത് നല്ലല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നോമ്പല്ലേ, നിസ്കാരല്ലേ, ഇതൊക്കെ ന്യായീകരിച്ച് ദീനിലില്ലാത്ത പലരും കടത്തിക്കൂട്ടാറുണ്ട്. നേരത്തെ അള്ളാഹു നസാറാക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇല്ല ഇബ്തിഗാ റിദ്വാനില്ല, അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചത് കൊണ്ട് കാര്യമില്ല, അള്ളാഹു പഠിപ്പിച്ചത് പ്രവർത്തിക്കണം. അങ്ങനെ ഒരാൾ പിഴച്ചുപോയാൽ അയാൾക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. ഇത് രണ്ടും സഹോദരങ്ങളെ അപകടമാണ്. ഇൽമ് അത് അമലാക്കണം, ഇൽമില്ലാതെ പ്രവർത്തിക്കാനും പാടില്ല, ഇൽമ് വന്ന് കിട്ടിയിട്ട് പ്രവർത്തിക്കാതിരിക്കാനും പാടുള്ളതല്ല. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരുടെ ചരിത്രങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് എപ്രകാരമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഖാദിമിനെ ചോദിക്കുകയുണ്ടായി. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകളാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതിങ്ങനെ 33 അങ്ങനെ ചൊല്ലാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, ഫമാ തറക്തുഹാ മുൻദു സമിഅതുഹാ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചിട്ടില്ല. ഒരാൾ ചോദിച്ചു, സുഫീനിന്റെ രാത്രിയും അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ലേ? സുഫീൻ എന്ന് പറഞ്ഞാൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഒരു രാത്രിയായിരുന്നു, ഒരു ദിവസമായിരുന്നു. സുഫീൻ യുദ്ധം പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുകയാണ്, വലാ ലൈലത സുഫീൻ,
സിഫീൻ യുദ്ധത്തിന്റെ അന്ന് ആ രാത്രി പോലും ഞാനിത് ഒഴിവാക്കിയിട്ടില്ല. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അത് ജീവിതത്തിൽ മരണം വരെ മുറുകെ പിടിക്കുക എന്നതാണ് നമ്മുടെ മുൻഗാമികളുടെ രീതി. മറ്റൊരു സംഭവം കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണവർ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അവർ പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. മൻ സല്ല 12 റക്അതൻ ഫീ യൗമിൻ വലൈല, ആരെങ്കിലും 12 റക്അത്തുകൾ രാത്രിയും പകലിലുമായി നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്നഹ്, ആ കാരണത്താൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കപ്പെടും. അഥവാ റവാത്തിബ് സുന്നത്തുകൾ നമുക്കറിയാം. സുബഹിന് മുന്നേ 2, ളുഹറിന് മുന്നേ 4, ശേഷം 2, മഗ്രിബിനും ഇശാഇനും ശേഷം 2, 2, 12 റക്അത്തുകൾ ഫർദിനോട് ചേർന്നുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ഇതൊരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കപ്പെടും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ പിന്നീട് ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്ത താബിഈ അവരുടെ സഹോദരൻ അൻസബ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ ഉമ്മി ഹബീബ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേട്ടത് മുതൽ പിന്നീട് ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. അൻസബയിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്ത മറ്റൊരു റാവിയുണ്ട്, അംർ ഇബ്നു ഉവൈസ്, അംർ ഇബ്നു ഔസ്. അൻസബയിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്ത മറ്റൊരു റാവി അംർ ഇബ്നു ഔസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ അൻസബ, അൻസബയിൽ നിന്ന് ഇത് കേട്ടത് മുതൽ പിന്നീട് ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്ത മറ്റൊരു റാവിയുണ്ട്, അന്നുഅ്മാൻ ഇബ്നു സാലിം. അദ്ദേഹം പറയുകയാണ്, മാ സമിഅ്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ അംർ ഇബ്നു ഔസ്, അംർ ഇബ്നു ഔസിൽ നിന്ന് ഇത് കേട്ട അന്ന് മുതൽ പിന്നീട് ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നത് ഈ ഹദീസ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ. ഏതാണ് ഈ വിഷയം? നിർബന്ധ കാര്യമാണോ? അല്ല, സുന്നത്തായ ഒരു കാര്യമാണ്, നിർബന്ധമായ ഒരു കാര്യമല്ല. ഒരാൾക്ക് വല്ല കാരണത്താലും സ്ഥിരമായിട്ടല്ല, എപ്പോഴെങ്കിലും സ്ഥിരമായ ഒരു സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളത് ശരിയല്ല. ഒരാൾ ഇത് ഉപേക്ഷിച്ചാൽ, യാദൃശികമായി ഉപേക്ഷിച്ചു പോയാൽ അയാൾക്ക് കുറ്റമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണിത്. ആ കാര്യത്തിൽ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ കാണിച്ച സൂക്ഷ്മതയാണിത്. കേട്ട അന്ന് മുതൽ പിന്നീട് വിട്ടിട്ടില്ല. സഹോദരങ്ങളെ, ഇൽമ് അമലാക്കാൻ അവർ പരിശ്രമിച്ച അവരുടെ പരിശ്രമമാണിത്. നമ്മൾ എത്ര കാര്യങ്ങൾ കേൾക്കുന്നു, ഞാനും നിങ്ങളും പലതും കേൾക്കും, നിങ്ങൾ പലതും പഠിക്കും. പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ പേടിക്കണം. അങ്ങനെ അറിവ് കിട്ടിയിട്ട് അത് പ്രവർത്തിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് നിർബന്ധ കാര്യങ്ങൾ, തൗഹീദിന് ശേഷം പിന്നീട് ഈ ദീനിന്റെ അടിസ്ഥാന കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ജമാഅത്തിന് നിർബന്ധമാണ് പള്ളിയിലെത്തൽ. അന്ധനായ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ബാങ്ക് കേൾക്കോ? അതെ എങ്കിൽ ഫഅജിബ്, ഉത്തരം നൽകുക, അഥവാ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. ബാങ്ക് വിളിക്കപ്പെടുന്നു, പള്ളിയിലേക്ക് ആളുകൾ എത്തുന്നില്ല. അതുപോലെ എത്ര നിർബന്ധ കാര്യങ്ങൾ. പലപ്പോഴും പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ജമാഅത്ത് അത് പള്ളിയിലെ ഉസ്താദിനും അവിടെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. അല്ല സഹോദരങ്ങളെ,
മുസ്ലിമായ ഓരോരുത്തർക്കും നിർബന്ധമാണ്. പുരുഷനായ മുസ്ലിമായ ബാങ്കിന്റെ പരിധിയിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഐച്ഛിക കാര്യങ്ങളിൽ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ കാണിച്ച സൂക്ഷ്മത പലപ്പോഴും നിർബന്ധ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തി പോകുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ വീഴ്ച വരുത്തിയാൽ അതുകൊണ്ടുള്ള അപകടം എന്താണ്? ഏതൊരു കൂട്ടരിൽ നിന്നാണോ അള്ളാഹുവിനോട് നമ്മൾ കാവലിന് ചോദിക്കുന്നത്, നമ്മൾ അറിയാതെ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോവുകയാണ്. യഹൂദന്റെ നസ്രാനിയുടെ പാതയിൽ നമ്മൾ അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ വിട്ടുപോവുകയാണ്. ഇൽമ് കിട്ടിയിട്ട് പ്രവർത്തിക്കാതിരുന്നാൽ, അറിയാതെ പ്രവർത്തിച്ചാൽ, അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. ഇൽമ് അമലാക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇല്ലല്ലദീന ആമനു, ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈ രണ്ട് കാര്യങ്ങളുടെ പ്രത്യേകത സഹോദരങ്ങളെ, ഇത് രണ്ടും നമ്മളെ ബാധിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, രക്ഷാമാർഗങ്ങളിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. മൂന്നാമതായി അള്ളാഹു പറഞ്ഞത്, നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്നാമത്തെ ആളുകൾ വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് ഉപദേശിച്ചവർ ഒഴികെ. എന്താണ് സഹോദരങ്ങളെ ഹഖ് എന്ന് പറഞ്ഞാൽ? സത്യം എന്ന് നമ്മൾ ഭാഷയിൽ അർത്ഥം പറയും. എന്താണ് ഈ ഹഖ്, എന്താണ് ഈ സത്യം എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ച ഈമാൻ, നമ്മുടെ ഇൽമ്, നമ്മൾ അമലാക്കിയ ആ ഇൽമ്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണ് വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ചു, നമ്മൾ പ്രവർത്തിച്ചു, അൽഹംദുലില്ലാഹ്, ഞാൻ വേറെ ഒന്നും നോക്കേണ്ടതില്ല, എൻ്റെ കാര്യം സലാമത്തായി. ഇല്ല, വതവാസൗ ബിൽ ഹഖ് പറഞ്ഞു കൊടുക്കണം, ഇതാളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഉത്തമ സമുദായം, ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, അള്ളാഹു പുറത്തു കൊണ്ടുവന്ന സമുദായം. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്. അള്ളാഹു ഈ ഉമ്മത്തിനെ പുകഴ്ത്തിയ, പ്രശംസിച്ച കാര്യമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. ഇത് സഹോദരങ്ങളെ നിർബന്ധമാണിത്. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതല്ല, പഠിച്ചത് പ്രാവർത്തികമാക്കിയത് പറഞ്ഞു കൊടുക്കണം. ഓരോരുത്തർക്കും സാധിക്കുന്ന മേഖലകളിൽ എല്ലാ കാര്യവും എല്ലാ സ്ഥലത്തും എത്തുക എന്നത് സാധ്യമല്ല. അവനവന്റെ കഴിവിന്റെ പരിധിക്കനുസരിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ആരെങ്കിലും വല്ല തിന്മയും കണ്ടാൽ അവൻ തൻ്റെ കൈകൊണ്ട് അതിനെ തടുത്തുകൊള്ളട്ടെ. അതിന് സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട് തടുത്തുകൊള്ളട്ടെ. അതിനും സാധ്യമല്ല എങ്കിൽ ഖൽബ് കൊണ്ട്. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥ. ഇത് മൂന്നും ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അയാളുടെ ഈമാനിന്റെ കാര്യം അപകടത്തിലാണ്. ഈ ഹദീസ് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരു തിന്മ കണ്ടാൽ മൂന്നാലൊരു രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്. ആദ്യത്തെ പടി എന്നത് കൈ കൊണ്ട് തടുക്കുക, അത് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും സാധിച്ചു കൊള്ളണമെന്നില്ല. അവനവന്റെ
ഉത്തരവാദിത്വത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ കൈകൊണ്ട് പിടിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളത് ചെയ്യൽ നിർബന്ധമാണ്. ഫൽ യുഗയ്യിർഹു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഒരു കൽപ്പനയുടെ ആദ്യത്തെ നിയമം അത് നിർബന്ധമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കൈകൊണ്ട് പിടിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പല ആളുകളും അശ്രദ്ധയിലാണ്. ഒരിക്കലും ആ ഒരു ദുരവസ്ഥയിൽ എത്തിച്ചേരരുത്. ഹക്ക് അഥവാ സത്യം അത് ഉപദേശിക്കാത്തവർ നഷ്ടക്കാരാണ്. നമ്മുടെ കൺമുന്നിൽ വെച്ച് തിന്മകൾ നടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ കൈകൊണ്ട് തടുക്കണം, പിടിച്ചു നിർത്തണം. അതിൽ നിന്നവരെ പിന്തിരിപ്പിക്കണം. പ്രത്യേകിച്ച് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഉദാഹരണമാണ് ഇന്നത്തെ വിവാഹ സദസ്സുകൾ. പ്രായമുള്ള ഉത്തരവാദിത്തമുള്ള ആളുകൾ നോക്കി നിൽക്കെ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായ ആ ദിവസത്തിൽ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത്. തൗഹീദുള്ളവർ, സഹോദരങ്ങളെ, ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദുള്ള ആളുകൾ, വർഷങ്ങളുടെ മുജാഹിദ് പാരമ്പര്യമുള്ള ആളുകളുടെ വീട്ടിൽ വരെ വിവാഹത്തിൻ്റെ അന്ന് ഗാനമേളകൾ നടക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. ചോദിച്ചാൽ പറയാറുള്ള ന്യായം എന്താണെന്ന് അറിയുമോ നിങ്ങൾ? അതൊക്കെ ന്യൂജൻ കുട്ടികളല്ലേ, ഒക്കെ നമ്മുടെ കയ്യിലാണോ? ഒക്കെ നമുക്കിത് പറഞ്ഞാൽ പറ്റുമോ? വലിയ ആളുകളായില്ലേ, വലിയ മക്കളായില്ലേ? നമ്മൾ ഉത്തരവാദിത്വത്തിൽ നാളെ അള്ളാഹു നമ്മളോട് ചോദിക്കും. അവിടെ ഈ പറഞ്ഞ ന്യൂജനും പുതിയ തലമുറയും ഒന്നും ഉണ്ടാവില്ല. നമ്മളാണ് ഇത് കാശ് കൊടുക്കുന്നത്. ആള് ബില്ലായിട്ട് വരുമ്പോൾ ആരാ കൊടുക്കുന്നത്? ഈ പറഞ്ഞ ആളുകളെ. അള്ളാഹുവിന്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടി വരും. ആ ചെയ്തതിലും മുന്നിൽ തിന്മ കണ്ടിട്ട് പിടിച്ചു വെക്കാൻ സാധിച്ചിട്ടും അത് ചെയ്യാത്തത് കാരണത്താൽ. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ മക്കൾ, ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, അവർ നമ്മുടെ പരിധിയിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ കൈകളിലായിരിക്കണം. അവർ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരും ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. കാണുമ്പോൾ ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുക, തിന്നോ കുടിച്ചോ എന്ന് അന്വേഷിക്കുക, ഇതല്ല. മക്കളുടെ ഓരോ കാര്യത്തിലും രക്ഷിതാവിന് ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ പലരും അശ്രദ്ധയിൽ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ പാൻറ്റും സൂട്ടും ധരിച്ച് പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നു. അവരെ കോളേജുകളിൽ കൊണ്ടുപോയി വിടുന്നു. വാപ്പ നല്ല താടിയുള്ള, നല്ല തൗഹീദുള്ള, സുന്നത്ത് പാലിക്കുന്ന വാപ്പ, ഇസ്ലാമിക വേഷം ധരിക്കുന്ന ഉമ്മ, കൂടെയുള്ള മോളോ, രണ്ടാൾക്ക് കയറി നിൽക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പാൻസും വലിപ്പം കുറഞ്ഞ ടീഷർട്ടും പേരിന് തലയിൽ ചുറ്റിയ ഒരു കഷ്ണം തുണിയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതൊരു പ്രസംഗം പറയുന്നു എന്ന നിലക്ക് ആരും എടുക്കരുത്. ദയനീയമായ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് അവസാനം പറഞ്ഞാൽ ഭാഗമുണ്ടല്ലോ, കൽബുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്നതാണ് പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഉത്തരവാദിത്തത്തിലല്ല, പറയാൻ സാധിക്കുകയില്ല, കണ്ടു നിൽക്കുക എന്നത് മാത്രം. നമ്മുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ സഹോദരങ്ങളെ ഒരിക്കലും അനുവദിക്കരുത്. പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ പിടിച്ചു വെക്കുക. അതിന് സാധിച്ചില്ലേ, കൈകൊണ്ട് തടുക്കാൻ സാധിച്ചില്ലേ, നാവ് കൊണ്ട് ശബ്ദിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് സാധിക്കും. ഇന്ന് സഹോദരങ്ങളെ, ഒരുത്തരം മുന്നിലിട്ട് കൊല്ലുന്നത് കണ്ടാലും ഒരാളും തിരിഞ്ഞു നോക്കൂല. അത് അവനവൻ്റെ കാര്യം. അങ്ങനെയല്ല, ഒരു തെറ്റ് കാണുമ്പോൾ നമ്മളതിനെ എതിരെ ശബ്ദിക്കണം, പറഞ്ഞു കൊടുക്കണം. അയൽപക്കത്തുള്ള ആളുകൾ, പുറത്തുള്ള ആളുകൾ തെറ്റ് കാണുമ്പോൾ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും സാധിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഉത്തരവാദിത്വത്തിന് കീഴിലല്ലാത്ത, നമുക്കൊരു നിലക്കും ഇടപെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ഹൃദയം കൊണ്ട് വെറുത്ത് നമ്മൾ മാറി നിൽക്കണം.
അവിടെ പോയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വെറുതെ തലയിന്താത്തി ഇരിക്കുന്നുണ്ട്. ഹറാമ് നടക്കുന്ന സ്ഥലങ്ങളിൽ, ബിദഅത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ പേരിന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ച് കൈയൊക്കെ ഇങ്ങനെ വെക്കും. പാടില്ല സഹോദരങ്ങളെ. മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കണം. അതാണ് ഏറ്റവും ഈമാനിന്റെ ദുർബലമായ ഒരു അവസ്ഥയാണിത്. ഈമാനിന്റെ ദുർബലമായ ഒരു അവസ്ഥയാണ്. അതും ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈമാനിന്റെ കാര്യം അപകടത്തിലാണ്. കടുകുമണിയോളം ഈമാൻ ഉണ്ടെങ്കിൽ ഇതെങ്കിലും ചെയ്യും. പറഞ്ഞു വന്നത് ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ നിർബന്ധമാണ്. ആ ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അഥവാ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രബോധനമാണ്, ദഅവത്താണ്. പഠിച്ച പ്രവർത്തിച്ച കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കണം. നമ്മൾ പഠിച്ചു, നമ്മൾ പ്രവർത്തിച്ചു, ഇതറിയാത്ത, ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ അജ്ഞത കൊണ്ടായിരിക്കും, കാര്യബോധമില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. പ്രബോധനത്തിന്റെ ഹക്ക് കൊണ്ട് വസീയത്ത് ചെയ്യുമ്പോൾ, ഉപദേശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. ഉദ്ഉ, നബിയെ താങ്കൾ ക്ഷണിക്കുക, വിളിക്കുക. എല്ലാവർക്കും അത് ബാധകമാണ്. എങ്ങനെ വിളിക്കണം? ഏതിലേക്ക് വിളിക്കണം? ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക്. നമ്മൾ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത്. വേറെ എന്തിലേക്ക് ക്ഷണിച്ചാലും വതവാസൗ ബിൽ ഹഖിൽ അത് ഉൾപ്പെടുകയില്ല. നമ്മൾ അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ്. വേറെ ഒന്നിലേക്കും നമ്മൾ വിളിക്കരുത്. നമ്മൾ വിളിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ സൂക്ഷിച്ച്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി മുൻഗാമികളുടെ മാർഗം മുറുകെ പിടിച്ച് ഒരാൾ ഭൂമിയുടെ ഏത് കോണിൽ ജീവിച്ചാലും നമുക്ക് മതിയായതാണ്. നമ്മളെ പരിധിയിൽ തന്നെ, നമ്മളെ പോക്കറ്റിൽ തന്നെ വരണം എന്ന് വിചാരിക്കരുത്. ഒരാൾ നമ്മൾ പറഞ്ഞ ദഅവത്ത് സ്വീകരിച്ചു, പക്ഷെ നമ്മൾ കൂടെ ഒന്നുമില്ല. അയാൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കപ്പെട്ട ആ ക്ഷണം സ്വീകരിച്ചവരാണ്. ഇന്ന് സഹോദരങ്ങളെ, അത് പറയാൻ വിശദീകരിച്ചാൽ ഒരുപാട് കാട് കയറി പോവേണ്ടി വരും. അള്ളാഹുവിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. നമ്മൾ ഒരാളോട് നന്മ കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിനനുസരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നെയല്ല, പാപ്പയായ ഞാനല്ല, അല്ലെങ്കിൽ കാരണവരായ ഞാനല്ല, അങ്ങനല്ല, എന്നിലേക്കല്ല ഞാൻ പറഞ്ഞത്, ഞാനുണ്ടാവുമ്പോ അല്ല, അള്ളാഹുവിലേക്ക്. അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. നാവ് കൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. എങ്ങനെ ക്ഷണിക്കണം? ബിൽ ഹിക്മ, അറിവിന്റെ അടിസ്ഥാനത്തിൽ. ആദ്യം പറഞ്ഞില്ലേ, ഇൽമ്, ഈമാനിന്റെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷണിക്കേണ്ടത്. വെറുതെ ദഅവത്ത് എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കലല്ല, അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഒരാളെ ക്ഷണിക്കേണ്ടത്. എല്ലാം പഠിച്ച ആലിമുൽ അല്ലാമയായിട്ട് ദഅവത്ത് ചെയ്താൽ മതിയോ? അങ്ങനെയല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, പറയൂല. അത് പറയൽ തെറ്റാണ്. എല്ലാം പഠിച്ചിട്ട് ഒരാൾ ആലിമായി അല്ലാമയായിട്ടേ ദഅവത്തിന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് വിവരമുള്ള ആരും പറയൂല. പക്ഷെ പറയുന്ന വിഷയത്തിൽ എന്ത് വേണം? ഹിക്മത്ത് വേണം, കാഴ്ചപ്പാട് വേണം. തൗഹീദാണ് പറയുന്നത്, അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവണം. അപ്പുറത്ത് ഷിർക്കിന്റെ ആയത്തുകളും ഷിർക്കിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കലുകളും ഒക്കെ വരുമ്പോൾ ബേജാറായിട്ട് ഓടുന്ന അവസ്ഥ ഉണ്ടാവരുത്. തൗഹീദ് നന്നായി പഠിക്കണം, എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കണം, അത് പ്രാവർത്തികമാക്കി അതിലേക്ക് ക്ഷണിക്കണം. നിസ്കാരത്തെ കുറിച്ചാണോ പറയുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. ഏത് വിഷയമാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് പഠിച്ചിരിക്കണം, നമ്മൾ പ്രവർത്തിച്ചിരിക്കണം. അതാണ് ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. നല്ല ഉപദേശമായിരിക്കണം, വൃത്തിയിൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുന്ന ഹക്കാണ്, സത്യമാണ്, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഈ പരുഷ നിലപാടല്ല, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റിന്റെ, തിന്മയുടെ കാഠിന്യത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പറയുന്നതിന് വ്യത്യാസമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗൗരവം എന്നത് ഒരു പരിധിവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് നമുക്ക് പറ്റും. 9 ആളുകൾ, 10 ആളുകൾ വന്നു, 9 ആളുകൾക്ക് ബൈഅത്ത് കൊടുത്തു, ഒരാളെ മാറ്റിയെടുത്തു.
എന്നതുപോലെ ചിലപ്പോൾ തെറ്റിന്റെ കടുപ്പം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ദേഷ്യവും ആത്മരോഷവും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതൊരിക്കലും പരിഹാസത്തിലേക്കോ ആളുകളെ അകറ്റുന്ന ഒരവസ്ഥയിലേക്കോ ഉണ്ടാവരുത്. പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ പറഞ്ഞു കൊടുക്കണം. ഇന്ന് പലപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തല്ലാണ്, ദീൻ എന്ന് പറഞ്ഞ് തുടങ്ങും, പിന്നീട് അവസാനം പരസ്പരം തല്ലാണ് ഉണ്ടാവുക. ഇവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, മറ്റവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, പിന്നെ വിഷയമൊക്കെ മാറി, ദീനും താഴ്ത്തുന്നില്ല. അങ്ങനെയല്ല. വൽ മൗഇദത്തിൽ ഹസന. ഇത് പ്രത്യേകിച്ച് സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ ഇത് മക്കളോട്, പല രക്ഷിതാക്കളും മക്കളോടൊന്ന് ഇരുത്തി സംസാരിക്കുക എന്നത് ആളുകൾക്ക് മടിയാണ്. അപ്പോൾ വലുതായില്ലേ, എങ്ങനെ ഇപ്പോൾ ലുക്മാനൻ അലൈഹിസ്സലാം അദ്ദേഹം വിളിച്ചതുപോലെ യാ ബുനയ്യ, മോനെ എന്നെങ്ങനെ നമ്മൾ വിളിക്കും എന്നൊക്കെ പല ആളുകളും വിചാരിക്കാറുണ്ട്, പറയാറുണ്ട്. വിളിക്കണം, യാ ബുനൈ, മോനെ പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ, എൻ്റെ പോക്ക് ശരിയല്ല, തെറ്റാണ്, ശരിയാക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആദ്യമായി ലുക്മാൻ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താണ്? തൗഹീദാണ്, ശിർക്ക്, അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു. നിസ്കരിക്കാൻ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു കൊടുത്തു, പ്രബോധനം പറഞ്ഞു കൊടുത്തു, ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഒരു വാപ്പ എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശമായിരിക്കണം. ഒരിക്കലും പരുഷ സ്വഭാവക്കാരായി തീരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്? വലൗ കുൻത ഫദ്ലൻ ഗലീളൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്. താങ്കൾ കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമാണെങ്കിൽ താങ്കളുടെ ചുറ്റും നിന്നും ആളുകൾ അകന്നു പോകുമായിരുന്നു. അങ്ങനെ ആവരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാന്യമായി നല്ല ഉപദേശം, ഹിക്മത്ത് പ്രയോഗിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അറിവ്, പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രൂപത്തിൽ പറയണം. ഇതിനർത്ഥം ആളുകൾക്ക് ഒപ്പിച്ചിട്ട് കുറച്ച് പറയാം, ബാക്കിയോടെ മാറ്റി വെക്കാനല്ല. പറയേണ്ടത് കൃത്യമായി പറയണം, ഹക്ക് പറയണം. പക്ഷെ പറയേണ്ടതിന് ഈ രൂപങ്ങളുണ്ട്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ചില ആളുകൾ തെളിവുമായി വരും, അവർക്ക് അവരുടേതായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. അവരോട് നല്ല രൂപത്തിൽ സംവദിക്കുക. തെളിവുകൾ നിരത്തുമ്പോൾ പ്രമാണങ്ങൾ പറഞ്ഞുകൊടുത്ത് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് സഹോദരങ്ങളെ വേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് വിശദീകരിക്കാനുള്ള ഒരു മേഖലയാണിത്. പറഞ്ഞതിൻ്റെ ചുരുക്കം വതവാസൗ ബിൽ ഹഖ്. പഠിച്ച പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഓരോ മേഖലകളിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നിർബന്ധമാണ്. ഇതില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അള്ളാഹു നാലാമത്തെ കാര്യം പറഞ്ഞു, വതവാസൗ ബിസ്സബ്ർ. ക്ഷമ കൈക്കൊണ്ട ആളുകൾ ഒഴികെ. സഹോദരങ്ങളെ, ക്ഷമ എന്നത് മേൽ പറഞ്ഞ 3 കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പഠിക്കാൻ അഥവാ ഈമാൻ സ്വീകരിക്കാൻ ക്ഷമ വേണം. ശിർക്കിലായിരുന്ന കാലത്ത് ആളുകൾക്കൊക്കെ നല്ല സ്വീകാര്യനായിരിക്കും. ദീന് പഠിക്കാൻ തുടങ്ങിയാൽ, തൗഹീദ് സ്വീകരിച്ചാൽ ഒരുപക്ഷെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. പഴയ ചിരിയൊന്നും ഉണ്ടാവില്ല. മഹല്ലുകാർ നോക്കും, ഏത് വള്ളിയിലാണ് പോണത്, എന്നിട്ട് പിന്നെ ബന്ധവും ബന്ധവിച്ഛേദമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ക്ഷമിക്കണം. പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ഒരു കാര്യം കേട്ടു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ക്ഷമ വേണം. പക്ഷെ ആളുകൾ ചോദിക്കും, ഏതാ താടി, ഇത് അതിൻ്റെ താടിയാണോ ഇതിൻ്റെ താടിയാണോ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയാണ്. ആരൊക്കെ പരിഹസിച്ചാലും ശരി, ഇപ്പൊ ഭാര്യ പരിഹസിക്കും, മക്കൾ പരിഹസിക്കും, കുടുംബക്കാർ പരിഹസിക്കും, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പരിഹസിക്കും. ഇതൊന്നുമില്ലാത്ത, ഒരു വിവരമില്ലാത്ത പുറത്തുള്ള ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ 2 നോട്ടം നോക്കും, ചിലപ്പോൾ പരിഹസിക്കും. പ്രാവർത്തികമാക്കാൻ ക്ഷമ വേണം. ഏത് കാര്യവും, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ എന്താ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് പ്രാവർത്തികമാക്കാൻ ക്ഷമ വേണം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ക്ഷമ ആത്യന്തികമായി 3 കാര്യങ്ങളിലാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ക്ഷമ വേണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓരോന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ക്ഷമ വേണം. രണ്ടാമത്തേത്, അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. ഹറാമ് കൈകളിൽ ഇങ്ങനെ വരികയാണ്,
വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തട്ടാൻ ക്ഷമ വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ EMIയുടെ കാലഘട്ടമാണ്. എന്തിനും, തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ EMI. പലപ്പോഴും ചിലപ്പോൾ സാമ്പത്തികമായി പ്രയാസപ്പെടുമ്പോഴേക്കും ഈ ജാതി സാധനങ്ങൾ മുന്നിലേക്ക് വരും. ഹറാമ് വേണ്ടതില്ല, അതിന് ക്ഷമ വേണം. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഖദറിൽ ഒരുപക്ഷെ നമുക്ക് വേദനയുള്ള പലതും ഉണ്ടായേക്കാം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ വിധി, ഖദാ ഖദർ, അതൊരുപക്ഷെ നമുക്ക് പ്രയാസമുള്ളതായിരിക്കാം. ആപേക്ഷികമായി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായേക്കാം. അതിലൊക്കെ ക്ഷമിക്കാൻ സാധിക്കണം. അതാണ് ക്ഷമ. സഹോദരങ്ങളെ, ക്ഷമ എന്നത് ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ക്ഷമയില്ലാത്തൊരവസ്ഥ നമ്മെ നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി കളയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ക്ഷമിക്കുക എന്നത് അള്ളാഹു പറഞ്ഞില്ലേ, വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ക്ഷമ നിർബന്ധമാണ്, അനിവാര്യമാണ്. ഒരിക്കലും പതറിപ്പോവാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൽപ്പന വരുന്നു, ഒരു വിലക്ക് വരുന്നു, പരീക്ഷണങ്ങൾ വരുന്നു, ക്ഷമ ഇല്ലാതിരിക്കാൻ പാടില്ല. ക്ഷമ എന്നത് എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകേണ്ടത്. സഹോദരങ്ങളെ, പഠിക്കാനും പ്രാവർത്തികമാക്കാനും ദഅവത്ത് ചെയ്യാനും ഒക്കെ ക്ഷമ വേണം. പ്രത്യേകിച്ച് പ്രബോധന മേഖലകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. തൗഹീദ് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരിക്കലും പച്ചപ്പരവതാനി വിരിച്ച ഒരു വഴി തൗഹീദിന്റെ ആളുകൾക്ക്, ഇസ്ലാമിൻ്റെ ആളുകൾക്ക് എക്കാലഘട്ടത്തിലും കിട്ടിയിട്ടില്ല. സമുദായത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും വിമർശനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. പ്രബോധനം ചെയ്യുന്ന മേഖലകളിൽ ക്ഷമിക്കണം. പഴയ കാലത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്ന ചരിത്ര സംഭവം നമുക്ക് കാണാം. മുശ്രിക്കുകളുടെ പീഡനം സഹിക്കവയ്യാതെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, കഅബയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് അള്ളാഹുവിനോട് നമുക്ക് സഹായത്തിന് വേണ്ടി ചോദിക്കുന്നില്ലേ? അലാ തദ്ഉല്ലാഹ ലനാ, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? പരീക്ഷണത്തിന്റെ കടുപ്പത്തിന്റെ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ നമ്മെ അത്ഭുതപ്പെടുത്തും. അവിടുന്ന് പറഞ്ഞു, കാന റജുലു ഫീമൻ ഖബ്ലകും യുഹ്ഫറു ലഹു ഫിൽ അർദി ഫയുജ്അലു ഫീ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരാൾ, അയാളെ ശത്രുക്കൾ ഒരു കുഴി കുഴിച്ച് അതിൽ നിർത്തുകയുണ്ടായി. ഫയുജാഉ ബിൽ മിൻശാരി ഫയൂദഉ അലാ റഅസിഹി ഫയുശഖു ബിസ്നതൈൻ, ഒരു ഈർച്ചവാള് കൊണ്ടുവന്നു, എന്നിട്ട് അയാളെ 2 കഷ്ണങ്ങളാക്കി. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ, ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ അനുഭവിച്ചത് അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ. അവിടുന്ന് പറഞ്ഞു, വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, 2 കഷ്ണങ്ങളാക്കിയിട്ടും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അയാൾ പിന്മാറിയില്ല, അയാളെ പിന്തിരിപ്പിച്ചില്ല. വയുംശതു ബി അംശാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി മിൻ അൾമിൻ ഔ അസബിൻ, ഇരുമ്പിന്റെ ചീർപ്പ് പോലെയുള്ള ഒരു സാധനം കൊണ്ടുവന്നു, എന്നിട്ട് എല്ലിൽ നിന്നും തൊലിയും മാംസവും ഒക്കെ ഇങ്ങനെ ഈർന്നെടുക്കുകയുണ്ടായി. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ആ കാര്യം അയാളെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. പഴയ കാലത്ത് സംഭവിച്ച ഒരു പരീക്ഷണത്തിന്റെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും വന്ന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ പഴയ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് സന്തോഷ വാർത്ത പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, ലയുതിമ്മന്ന ഹാദൽ അംർ, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന, ഈ പരീക്ഷിക്കപ്പെടുന്ന ഈ ദീനുണ്ടല്ലോ, ഇത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെ ഊതിക്കെടുത്താൻ ഉദ്ദേശിച്ചാലും
എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ആരൊക്കെ മരിച്ചാലും ഇത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഏതുവരെ? ഹത്താ യസീറ الراكب من صنعاء إلى حضرموت لا يخاف إلا الله أو الذئب على غنمه. യമനിലെ രണ്ട് പ്രദേശങ്ങളാണ് സനആ മുതൽ ഹദർമൗത്ത് വരെ. സനആ മുതൽ ഹദർമൗത്ത് വരെ ഒരു യാത്രക്കാരന് നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വരും. വലാ യഖാഫു ഇല്ലല്ലാഹ്, അയാൾ അല്ലാഹുവിനെ അല്ലാത്ത ഒരുത്തനെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം വരും. പിന്നെ കൂടെയുള്ള ആട്ടിൻ പറ്റങ്ങളുടെ കാര്യത്തിൽ ചെന്നായ്ക്കളെയും വേറെ ഒരുത്തനെയും ഭയപ്പെടേണ്ടതില്ല. നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. വലാകിന്നകും തസ്തഅജിലൂൻ, എന്നാൽ നിങ്ങളിപ്പോൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ആരോടാണ് ഈ പറയുന്നത്? പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഖബ്ബാബ് ഇബ്നുൽ അർറത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, സഹോദരങ്ങളെ, തൗഹീദി പ്രബോധന വീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. പഴയ കാലത്ത് പ്രായമുള്ള ആളുകൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലും മഹാനായ കെ മൗലവി റഹിമഹുല്ല, ഉമർ മൗലവി റഹിമഹുല്ല, സെയ്ദ് മൗലവി റഹിമഹുല്ല, അവരുടെ ചരിത്രങ്ങൾ പുതുതലമുറകൾക്ക് അറിയില്ലെങ്കിലും നമുക്ക് പുതിയ തലമുറയാണ്, പഴയ ആളുകൾ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം. പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവരൊക്കെ തൗഹീദി ദഅവത്ത് നടത്തിയത്. ഉമർ മൗലവി റഹിമഹുല്ല, അദ്ദേഹത്തിന് ഇരട്ടപ്പേര് വരെ ഉണ്ടായിരുന്നു. ഒരുത്തനെയും വകവെക്കാതെ ദഅവത്ത് ചെയ്തിരുന്നു അവരൊക്കെ പഴയ കാലത്ത് ഈ ദീനിന്റെ ശിആറുകൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചവരാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ താടി മുറിക്കണോ, മുറിക്കാലോ, വടിക്കാലോ, പേര് മാറ്റണോ, പേരും മാറ്റാലോ, എന്താ വേണ്ടത്, എല്ലാം ചെയ്തുതരാലോ, ഇസ്സത്തോടെ അഭിമാനത്തോടെ ദഅവത്ത് ചെയ്ത ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ. നമ്മുടെ നാട്ടിലായാലും പഴയ കാലത്തായാലും. സഹോദരങ്ങളെ, അവരൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതൊക്കെ ആളുകൾ മറന്നുപോയി. അവർക്ക് അന്ന് എങ്ങനെയാണ് നടന്നത്? തലപ്പാവ് ധരിച്ച, വലിയ താടി ഉണ്ടായിരുന്ന, നീള വസ്ത്രം ധരിച്ചിരുന്ന ആളുകളായിരുന്നു. മൗലവിയും ഉമർ മൗലവിയും ഇവരൊക്കെ ആരായിരുന്നു? ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളതൊക്കെ നല്ല ക്ലീൻ ചെയ്യും, ഇൻസൈഡും കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടന്ന ആളുകളായിരുന്നു. ഇല്ല, അവരൊക്കെ ഈ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ, ആ ദീൻ പാലിച്ചതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. നമ്മുടെ നാട്ടിലെ ചരിത്രമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം അവസാനിപ്പിക്കട്ടെ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ ഉണ്ടാവണം, ഒക്കെ ക്ഷമ പാലിക്കണം. ഈ 4 കാര്യങ്ങൾ സ്വീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത, ജീവിതത്തിൽ ഇല്ലാത്ത ആളുകളെല്ലാം നഷ്ടക്കാരാണ്. വൽ അസ്ർ, ആദ്യം ഓതിവെച്ച സൂറത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വൽ അസ്ർ, കാലം തന്നെ സത്യം. ഈ ജീവിക്കുന്ന നമ്മുടെ ഈ സമയം, ഈ കാലം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. അള്ളാഹു ആയുസ് നൽകി, സമയം നൽകി, സന്ദർഭം നൽകി, എന്നിട്ട് 4 കാര്യങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ലഫീ ഖുസ്ർ, പരലോകത്ത് നഷ്ടമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നരകമാണ്. 4 കാര്യങ്ങൾ, 4 വിശേഷണങ്ങളാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇൽമ്, ഈമാൻ, അറിവ്, അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഇതൊക്കെ പ്രാവർത്തികമാക്കൽ, ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കൽ, ക്ഷമ കൈക്കൊള്ളൽ. നമ്മൾ പരിശോധിക്കുക. അള്ളാഹു ചോദിച്ചില്ലേ, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഞാനും നിങ്ങളും ചിന്തിക്കണം. ഈ 4 കാര്യങ്ങളും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാലം, സമയം, ആയുസ് തന്നിട്ടുണ്ട്. നാളെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയാൽ എനിക്കോ നിങ്ങൾക്കോ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മളൊന്ന് വിരലനക്കിയാൽ അറിവ് നമ്മുടെ മുന്നിലെത്തി. നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാറ്റിനും സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും പഠിക്കാനും, കേൾക്കാനും, പ്രവർത്തിക്കാനും, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും, ക്ഷമിക്കാനും ഒന്നും സമയം കിട്ടിയില്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു
കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മേൽപ്പറഞ്ഞ 4 കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.